ഹായ് ഇറ്റ്സ് മീ ഷാനില വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കുപ്പായം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എം.ടി. വാസുദേവൻ നായരുടെ ഒരു ആത്മകഥാ രചനയാണ് കുപ്പായം. എം.ടിയുടെ ബാല്യകാലത്തെ മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കല്യാണത്തിന് പോകുമ്പോൾ ഇടാനായിട്ട് ഒരു പുത്തൻ കുപ്പായത്തിനായി ആഗ്രഹിച്ചു. അത് ലഭിച്ചപ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും അതിലൂടെ കിട്ടിയ ആത്മവിശ്വാസവുമാണ് ഈ ഓർമ്മക്കുറിപ്പിലൂടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങളുണ്ട്. പാഠഭാഗ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പം പ്രവർത്തനം 1 നമുക്ക് നോക്കാം. ഞാനൊരു കളവ് പറഞ്ഞു, എനിക്ക് പറ്റിയതൊന്നും ഇല്ല അവൻ്റെ കയ്യിൽ. കുട്ടി കളവ് പറഞ്ഞത് എന്തിനാവാം? ഞാനൊരു കളവ് പറഞ്ഞു, എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നും ഇല്ല എന്ന് കളവ് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താവാം എന്നാണ് ചോദിച്ചത്. കല്യാണത്തിന് പോകാനായി ഉടുപ്പ് വേണം. കൊത്തലങ്ങാട് വല്യമ്മയുടെ മകൻ കുട്ടന് നല്ല തുണികളുണ്ട്. അത് ചോദിക്കാൻ ചെന്നു. വാസുവിന് മനസ്സ് വന്നില്ല. 1-2 കാരണങ്ങൾ ഉണ്ടായിരിക്കും. കുട്ടന് അപസ്മാരമുണ്ട്. കല്യാണത്തിന് കുട്ടനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വാസുവിന് ഇഷ്ടമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വന്തം അഭിമാനം വസ്ത്രം ചോദിക്കാൻ വാസുവിനെ അനുവദിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം വാസു വസ്ത്രം ചോദിക്കുന്നത് ആത്മാഭിമാനമായിരിക്കാം. ചിലപ്പോൾ കുട്ടനെ കല്യാണത്തിന് കൊണ്ടുപോകുന്നില്ലല്ലോ എന്നുള്ള വിഷമവും ആയിരിക്കാം. ഓക്കെ, ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. എൻ്റെ കുപ്പായം ഒന്നും നന്നല്ലമ്മേ. കല്യാണത്തിന് വരുന്ന കുട്ടികൾ കണ്ട പരിഹസിക്കില്ലേ? വിരുന്ന് വരുന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. കഥാന്ത്യത്തിൽ കുട്ടിക്കുണ്ടായ വർദ്ധിച്ച ആത്മവിശ്വാസം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യത്തെ വാക്കെന്താണ്? എൻ്റെ കുപ്പായം ഒന്നും നന്നല്ല. എൻ്റെ കുപ്പായം ഒന്നും റെഡിയില്ല. എൻ്റെ കല്യാണത്തിന് വരുന്ന കുട്ടികളൊക്കെ എന്നെ കളിയാക്കും എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുമ്പോൾ എന്താണ്? വിരുന്ന് വരുന്ന കുട്ടികൾ വളരെ അസൂയത്തോടെ എന്നെ നോക്കുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മനോഭാവത്തിനുണ്ടായ മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നമുക്ക് നോക്കാം. കല്യാണത്തിന് പോകും മുമ്പ് ചെറിയ കുട്ടിയായ വാസുവിന് നല്ല കുപ്പായമില്ലെന്ന് തോന്നി നാണക്കേടായി. ഇത് വാസുവിൻ്റെ അഭിമാനത്തിൻ്റെ പുകച്ചിലായിരുന്നു. മറ്റു കുട്ടികൾക്ക് മുന്നിൽ നാണക്കേടാകുന്നത് വാസുവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കുട്ടികൾ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ബ്രാൻഡ് തുണികൾ വാങ്ങാനായിരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പണ്ടത്തെ കാലം അങ്ങനെയല്ല. ആകെ 2-3 കുപ്പായങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. വാസുവിന് മറ്റുള്ളവരിൽ ശ്രദ്ധിക്കപ്പെടുകയില്ല എന്ന ചിന്ത കൂടുതലാണ്. സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. സിലോണിൻ്റെ തുണി കൊണ്ടുള്ള കുപ്പായം ഇട്ടപ്പോൾ അതിഥികൾക്ക് പനിനീര് തെളിക്കുന്ന ചുമതല കൂടി ലഭിച്ചത് പ്രതീക്ഷിക്കാത്തതായിരുന്നു. വാസുവിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. വസ്ത്രം ധരിക്കുന്നത് മറയ്ക്കാൻ മാത്രമല്ലെന്ന് സ്വന്തം വ്യക്തിത്വത്തെ കാണിക്കുന്നതാണെന്നും വാസു ചിന്തിക്കുന്നു. അപ്പോൾ വാസുവിന് നല്ല ഡ്രസ്സ് ഇടണം, എന്നാലേ എന്നെ എല്ലാവരും ശ്രദ്ധിക്കൂ എന്നുള്ളൊക്കെ ഒരു വിശ്വാസമായിരുന്നു. അപ്പോൾ സിലോണിൽ നിന്ന് കൊണ്ടുവന്ന ആ ഡ്രസ്സ് ഇട്ടപ്പോൾ എല്ലാവരും അസൂയയോടെ കണ്ടപ്പോൾ ഭയങ്കര ആത്മവിശ്വാസമായി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പഴയകാല ജീവിതത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക. അപ്പോൾ എന്താണ്? നെയ്ത്തൽ, മഹാളിക്കൂട്ട്, ഓപ്പു, കരുപ്പറമ്പ്, തെക്കിനി, ഷീട്ടിത്തുണികൾ, ഉറുങ്ങിയൻ മാവ്, ശീല, പനിനീര് തളിക്ക, ദണ്ണളക്കം, പാട്ടുപെട്ടി. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം 4 നോക്കാം. പദച്ചേരുവകൾ. സ്നേഹപ്പൊരുൾ, സ്നേഹത്തിൻ്റെ പൊരുൾ, വേഷഭൂഷാദികൾ, വേഷം ഭൂഷം ആദിയായവ. ഇതുപോലെയുള്ള പദച്ചേരുവകൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി ഘടകപദങ്ങളായി എഴുതുക. അപ്പോൾ സ്നേഹപ്പൊരുൾ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പൊരുൾ. കല്യാണക്കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ കാര്യം. വരയും കുപ്പായം എന്ന് പറഞ്ഞാൽ വരയുള്ള കുപ്പായം. മഹാളിക്കൂട്ട് എന്ന് പറഞ്ഞാൽ മഹാളി മരുന്നിനുള്ള കൂട്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൊന്നാണ് കരുപ്പറമ്പിലെ കല്യാണ ദിവസം. അന്ന് കുട്ടി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഡയറി കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട തീയതിയാണ്. തീയതി അവിടെ എഴുതുക. എന്നിട്ട് എഴുതുക, ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്. കരുപ്പറമ്പിലെ കല്യാണത്തിന് ഞാൻ വലിയ ആളായി മാറി. പനിനീര് തളിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. സിലോണി കൊണ്ടുവന്ന തുണി അസലായിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു. രാമൻകുട്ടി നായർ വന്ന് എന്നെ പനിനീര് തളിക്കാൻ ഏർപ്പാടാക്കിയപ്പോൾ ഞാൻ ആദ്യം അമ്പരന്നും. പിന്നെ എല്ലാ കുട്ടികളും എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇന്നിപ്പോൾ ഒരു വിഷമം തോന്നുന്നു. എൻ്റെ കുട്ടേട്ടൻ കല്യാണത്തിന് വന്നില്ലല്ലോ, എന്ത് ചെയ്യാമല്ലേ? അപ്പോൾ ഡയറി എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തീയതി എഴുതുകയാണ്. പിന്നെ അന്നത്തെ ദിവസത്തിൻ്റെ ഒരു സന്തോഷമാണെങ്കിൽ സങ്കടമാണെങ്കിൽ അത് എഴുതുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വസ്ത്രം ആവശ്യത്തിനാണ്, ആഡംബരത്തിനല്ല. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്ത്?
വസ്ത്രം മറയ്ക്കാനുള്ളതാണ്, മറ്റുള്ളവർ നമ്മെ അളക്കുന്നതുമാണ്. ചില ജുബയിട്ടാൽ നല്ല രസമാണ്, ശരീരത്തിന് യോജിക്കുന്ന വസ്ത്രം ധരിക്കണം. അതിനൊരു ആനച്ചന്തമുണ്ട്. ആഡംബരം കാണിക്കുന്നതിനേക്കാൾ വസ്ത്രം ശരീരത്തിനും കാഴ്ചയ്ക്കും ഇണങ്ങുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. കുട്ടിക്കാലത്തെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് MT വാസുദേവൻ നായർ എഴുതിയ കുപ്പായം വായിച്ചല്ലോ നിങ്ങളുടെ വായനാനുഭവം ഒരു കത്തിലൂടെ അദ്ദേഹത്തെ അറിയിക്കുക. അപ്പോൾ ആദ്യം കത്തെഴുതുമ്പോൾ സ്ഥലം തീയതി എഴുതുക, പിന്നെ ഇൻട്രൊഡക്ഷൻ. പ്രിയ എഴുത്തുകാരാ, ഞാൻ പിലാത്തറ സ്കൂളിലെ കുട്ടിയാണ്. കുപ്പായം വായിച്ച് ഞാൻ അമ്പരന്ന് പോയി. എൻ്റെ അമ്മാവൻ്റെ കല്യാണത്തിന് പുതിയ ബ്രാൻഡ് തുണി വാങ്ങാനിരിക്കുകയായിരുന്നു. കല്യാണം എപ്പോഴും ഒരു ആഘോഷമാണല്ലോ. എന്തു രസം, നല്ല വസ്ത്രം ധരിച്ച് കല്യാണത്തിന് പോയി. ഈ കഥയിലെ വാസുവിനെ എനിക്കിഷ്ടമായി. പറമ്പിൽ നിൽക്കുന്ന കുട്ടേട്ടൻ്റെ വസ്ത്രം നോക്കി നിൽക്കുന്ന വാസുവിനെ മറക്കാൻ കഴിയുന്നില്ല. കഥകൾ മനസ്സിനെ അലിയിപ്പിക്കും എന്ന് തോന്നുന്നു. എനിക്ക് സങ്കടം തോന്നി. എന്തായാലും കഥയും കഥാപാത്രങ്ങളും വളരെ ഇഷ്ടമായി. പഴയ കല്യാണം കൂടി സിലോണിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി തുറന്നു. എൻ്റെ സന്ദേശം അങ്ങയെ അറിയിക്കുന്നു. കത്ത് നിർത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം നീനു. അപ്പോൾ നമ്മൾ 6 പ്രവർത്തനമാണ് ഡിസ്കസ് ചെയ്തത്, 7 പ്രവർത്തനമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു ഡയറി എഴുതി, അതേപോലെ തന്നെ ഒരു കത്തും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ, അതായത് പ്രീവിയസ് ഇയറിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഉത്തരം എഴുതുക. ഓക്കെ, താങ്ക്